IEO എക്സാമിൻ്റെ കെമിസ്ട്രി സബ്ജക്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സിമൻറ്റ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സിമൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്, ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. സോ ഇറ്റ് ഈസ് എ ബൈൻഡിങ് മെറ്റീരിയൽ. പ്രധാനമായിട്ടും സിമൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് എ വെൽ പ്രൊപ്പോർഷൻഡ് മിക്സ്ചർ ഓഫ് സിലീഷ്യസ്, argillaceous and calcareous material and crushing the same into fine powder. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റിലെ മെയിൻ 3 കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണിത്. സിലീഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിലിക്ക, അർജിലീഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് അലുമിന, കാൽക്കാരിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈം. ഇനി സിമെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്കവേർഡ് ചെയ്തത് ജോസഫ് ആസ്പിഡിനാണ്. ഇനി സിമെൻറ്റിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, സിമെൻറ്റിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ 1400 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, അതാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സിമെൻറ്റ്. പിന്നെ സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.1 to 3.15. ഈ 3 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ 1400 ഡിഗ്രി സെൽഷ്യസ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ordinary Portland cement and specific gravity of the cement 3.1 to 3.15. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് സിമെൻറ്റ്, അതായത് സിമെൻറ്റിലെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്താണെന്ന് നോക്കാം. അതായത് അതിൽ ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യുവൻ്റ് ആണ് ലൈം. അതാണ് കാൽക്കാരിയസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 62 മുതൽ 63% വരെയാണ് സിമെൻറ്റിൽ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. അത് ബൈൻഡിങ് പ്രോപ്പർട്ടി, അതായത് സിമെൻറ്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ലൈമാണ്. രണ്ടാമത്തേതാണ് സിലീഷ്യസ് മെറ്റീരിയൽ അഥവാ സിലിക്ക, അതായത് SiO2. ലൈം എന്ന് പറയുന്നത് CaO. ഈ സിലിക്ക 22% ആണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക, സിമെൻറ്റിന് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുക. അടുത്ത മെറ്റീരിയലാണ് അലുമിന. അലുമിനയുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 6% ആണ്. ഇത് ക്യുക്ക് സെറ്റിംഗ്, അതായത് സിമെൻറ്റ് സെറ്റ് ചെയ്യണമല്ലോ, അത് ക്യുക്ക്ലി നടത്തുക, പെട്ടെന്ന് തന്നെ നടത്തുക, അതാണ് അലുമിനയുടെ ഫങ്ഷൻ. പിന്നെ അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് വരുന്നത് 3% ആണ്. അത് സിമെൻറ്റിന് കളർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ജിപ്സം. ജിപ്സം 3% മുതൽ 4% വരെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൺട്രോൾ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് ജിപ്സം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പേഴ്സൻറ്റേജും അതിൻ്റെ ഫങ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് സിമെൻറ്റിനെ സംബന്ധിച്ച ഇൻട്രൊഡക്ഷൻ.